ഈ രണ്ട് വഴികളിലൂടെയും നിങ്ങൾ ഓൾറെഡി ഇട്ട വീഡിയോസ് തന്നെ നിങ്ങൾക്ക് റീഅപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന വ്യൂസും വാച്ചവേഴ്സും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നതിന് ശേഷം യൂട്യൂബിലും ഈ സെയിം ഫീച്ചർ കിട്ടുമോ എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു സമയം ശരിയായിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് നമുക്ക് ആ റീലിന് വേണ്ടത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ കേസിൽ നമുക്ക് ആ റീലിനെ വീണ്ടും റീഅപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയിരുന്ന വ്യൂസ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. അതുപോലെ വീണ്ടും നമ്മുടെ ഈ ഫോളോവേഴ്സിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോവുകയും വീണ്ടും നമുക്കതിന് വ്യൂസ് കൂടി കിട്ടുകയും ചെയ്യും. ഈ ഒരു പുതിയ ഫീച്ചർ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് യൂട്യൂബിലും റീഅപ്ലോഡ് ചെയ്ത് വ്യൂസ് കൂട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും യൂട്യൂബിൽ ഈ റീഅപ്ലോഡ് പോളിസി എന്താണ്, ഇതേപോലെ റീഅപ്ലോഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ വ്യൂസ് കൂട്ടാൻ പറ്റുമോ, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ചില ആളുകൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവർക്ക് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് അവർക്ക് 0 വ്യൂസാണ് കിട്ടുന്നതെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, അതല്ലെങ്കിൽ മറ്റു ചിലർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ആ വീഡിയോയെ വീണ്ടും അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ അവർ വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് അവർക്ക് ആ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടാറുണ്ട്, അതല്ലെങ്കിൽ ആ വീഡിയോ കയറി വൈറലാകാറുമുണ്ട്. എന്നും കരുതി എപ്പോഴും നമ്മൾ ഇതേപോലെ ചെയ്യണമെന്നുണ്ടോ? ഇതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഒരിക്കലുമില്ല. നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നു, അതിന് വ്യൂസ് കിട്ടാതെ വരുമ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും ഇതുപോലെ വ്യൂസ് കിട്ടണമെന്നില്ല, എല്ലാ വീഡിയോസും ഇതുപോലെ കയറി വൈറലാകണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും 1-2 വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് വരാം. എന്നും കരുതി നിങ്ങൾ വീണ്ടും ഈ ഒരു പരിപാടി ചെയ്യരുത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് പകരം നിങ്ങളുടെ ആ വീഡിയോയുടെ വിസിബിലിറ്റി ഇവിടെ കുറഞ്ഞു പോയെന്ന് വരാം. നിങ്ങളുടെ ചാനലിൻ്റെ തന്നെ വിസിബിലിറ്റി ഇവിടെ കുറഞ്ഞു പോകുമെന്ന് വരാം. അത് മാത്രമല്ല, വീണ്ടും നിങ്ങൾ ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ ഈ യൂട്യൂബ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ തന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, യൂട്യൂബിലെ സ്പാം പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്പാം പോളിസി ട്രിഗർ ആവുകയും നിങ്ങളുടെ ചാനൽ തന്നെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്നും വരാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പരിപാടി ഇനി മുതൽ നിങ്ങൾ ചെയ്യരുത്, എത്രയും പെട്ടെന്ന് അങ്ങ് നിർത്തുക. ഇനി ഞാനിവിടെ 2 വഴികൾ പറയാം. ഈ 2 വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനെ റീഅപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. യൂട്യൂബിൻ്റെ ഒരു പോളിസി പോലും ഇവിടെ ബ്രേക്ക് ആവുകയുമില്ല. ഇതിൽ ഒന്നാമത്തെ വഴിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ റിയാക്ഷൻ ചെയ്യാവുന്നതാണ്. അത് കൊളാബ് ചെയ്തിട്ടാണെങ്കിലും കട്ട് ചെയ്തിട്ടാണെങ്കിലും ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ റിയാക്ഷൻ ചെയ്യാനുള്ളത്, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ ആ വീഡിയോയിൽ പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂട്യൂബിൻ്റെ ഒരു പോളിസിയും ബ്രേക്ക് ചെയ്യുന്നില്ല. ഇത് യൂട്യൂബ് തരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന വ്യൂസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ഈ വീഡിയോയെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോങ് വീഡിയോയെ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ലോങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കണ്ടന്റിൽ നമ്മൾ ഏത് വീഡിയോ ആണോ നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് എഡിറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് പാർട്ടാണോ കട്ട് ചെയ്യേണ്ടത് അത്ര പാർട്ട് കട്ട് ചെയ്ത് അതിന് വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇൻട്രോയും ഔട്ട്രോയും കൊടുത്ത് ഇതിനെ വീണ്ടും ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതും വാലിഡാണ്. ഇത് യൂട്യൂബ് തരുന്ന ഒരു ഫീച്ചറാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വ്യൂസും വാച്ച് അവറും എല്ലാം മോണിറ്റൈസേഷൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഈ വീഡിയോയെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും നമ്മൾ വീഡിയോസ് റീഅപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പോളിസികളും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല.
അതുപോലെ നമ്മൾ ഓൾറെഡി ഇട്ട വീഡിയോ തന്നെ നമ്മുടെ റീ അപ്ലോഡ് ആകുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടുന്ന വ്യൂസും വാച്ച് അവേഴ്സും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോ നമുക്ക് മോണിറ്റൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ വഴിയുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണോ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനെ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ചാനലിന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.